പാസാക്കി തരുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച തിരുചര്യകൾ ജീവിതത്തിൽ പരമാവധി പകർത്താൻ നോക്കണം. പൊന്നുമോനെ, കളവ് പറയല്ലേ മോനെ. അതുപോലെ തന്നെ മൊബൈലിൽ ഒരുപാട് അനാവശ്യങ്ങൾ കാണുന്ന കേൾക്കുന്ന കാലമാണ്. അതിലൊന്നും ഞാനും നിങ്ങളും വിട്ടുപെട്ടു പോകരുത്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ നമുക്ക് വലിയ കാവലാണ്. ഖുർആൻ ഓതാത്ത ഒരു ദിവസവും ഒരു മുഅ്മിനിന് ഉണ്ടാകാൻ പാടില്ല. ഖുർആൻ അല്ലാഹു നമുക്ക് തന്ന വിലാസമാണ്, നമുക്ക് തന്ന കാവലിന്റെ കവചമാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസവും ഉണ്ടാകാൻ പാടില്ല. ഹദ്ദാദ് നമ്മളെ പതിവാക്കണം. അതെന്തിനാണ്? മാറാരോഗങ്ങളിൽ നിന്ന് കാവലാണ്, വിപത്തുകളിൽ നിന്ന്. അതിലുള്ള ഓരോ ദിക്റുകളും ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് ക്രോഡീകരിച്ചതാണ്. ഹദ്ദാദിൽ നമ്മൾ അശ്രദ്ധരായപ്പോഴാണ് അല്ലാഹു നമുക്ക് വലിയ പരീക്ഷണം വെച്ചത്. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള ആയത്തുകളും ഹദീസിലുള്ള ദിക്റുകളും ക്രോഡീകരിച്ചതാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിനെ കൊണ്ട് കാവൽ തേടുന്ന ദിക്റാണ് ആയത്തുൽ കുർസി. ഹദ്ദാദിൽ നമ്മൾ ചൊല്ലുന്നില്ലേ, വലിയ കാവൽ ലഭിക്കുന്ന ആയത്താണ്. ആമനർ റസൂൽ, അല്ലാഹുവിന്റെ അർശിന്റെ താഴെ നിന്ന് ഭൂമി ലോകത്തേക്ക് അല്ലാഹു തന്ന സമ്മാനമാണ്. ഫാത്തിഹ, ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉൽ ലികുല്ലി ദാഇൻ ഇല്ലസ്സാം, മരണമല്ലാത്ത രോഗത്തിന് മുഴുവനും ശമനമാണ്. ഇതുപോലെ നമ്മൾ ഹദ്ദാദിൽ ചൊല്ലുന്ന ഓരോ ആയത്തുകളും ഓരോ ദിക്റുകളും വളരെ പുണ്യമുള്ളതാണ്. അത് നമ്മളെല്ലാം പഠിച്ച് ചൊല്ലണം. അല്ലാഹു കാവൽ തരും. അതുപോലെ മഹാന്മാരായ സ്വാലിഹീങ്ങളെ ഇഷ്ടം വെക്കണം. അവരുടെ ജീവിതചര്യകൾ ജീവിതത്തിൽ കൊണ്ടുവരണം. അല്ലാഹ് എന്ന ദിക്ർ എപ്പോഴും ഖൽബിൽ വേണം. ഹബീബായ നബി തങ്ങളുടെ പേരിൽ മദ്ഹ് ചൊല്ലണം. ബഹുമാനപ്പെട്ടത് വിനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മങ്കൂസ് മൗലിദ് ക്രോഡീകരിച്ചത് അതാ മാറാവ്യാധി വന്ന കാലത്ത് മുത്തുനബി തങ്ങളെ കൊണ്ട് വസീലയാക്കിയിട്ട് രോഗശമനം തേടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് മുത്തുനബി തങ്ങളുടെ മദ്ഹ് നമ്മളെ പതിവാക്കണം. ഒരു മുഅ്മിനിന്റെ ശരിയായ ജീവിതം നമ്മൾ നയിക്കണം. അപ്പോൾ ജീവിക്കുന്ന കാലം പ്രതാപമുണ്ടാകും, മരിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ പ്രീതി ഉണ്ടാകും. ഇതെല്ലാം ലഭിക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളിലൂടെ മുന്നോട്ട് പോയി. ഒരു ഹറാമിലേക്കും പോകല്ലേ മോനെ. ഇന്ന് അരമനയുടെ അകത്തളത്തിൽ നിന്ന് ആരും അറിയാതെ സിനിമ കാണാൻ പറ്റുന്ന കാലമാണ്. കൈവെള്ളയിൽ വെച്ച് തോന്നിവാസം കാണാൻ പറ്റുന്ന കാലമാണ്. ലോകത്തെവിടെയുമുള്ള അന്യപെണ്ണിനോട് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന കാലമാണ്. പാടില്ല പാടില്ല. ഖാലിഖായ റബ്ബ് അറിയുന്നുണ്ട്, അവന്റെ മുമ്പിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവന്റെ മുമ്പിൽ പ്രതിയാകാതിരിക്കാൻ പറ്റുന്ന നല്ല ജീവിതം വേണം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും റബ്ബിന്റെ നിയമങ്ങളെ പാലിക്കണം. ഉമ്മപെങ്ങന്മാരെ, നിസ്കാരം ഖളാക്കല്ലേ, അല്ലാഹുവിനെ മറന്ന് ജീവിക്കല്ലേ, ഔറത്ത് തുറന്നിട്ട് തെരുവിൽ കറങ്ങല്ലേ, അന്യ പുരുഷന്മാരുടെ മുമ്പിൽ ഇസ്ലാമിന്റെ നിയമം മറന്നുകൊണ്ട് ചാടിയിറങ്ങല്ലേ. അല്ലയോ കൂട്ടുകാരെ, പലിശയിൽ ഇടപെട്ടു പോകല്ലേ. പലവിധേനയുള്ള പലിശയുള്ള കാലമാണ്. കടുത്ത നിഷിദ്ധമാണ് പലിശ. അതുകൊണ്ട് പലിശയിൽ ഇടപെടല്ലേ. അല്ലാഹ് എത്ര ഔദാര്യവാനായ റബ്ബാണ്. ബിസ്മില്ലാഹി എന്ന് പറഞ്ഞപ്പോ തന്നെ അർറഹ്മാനിർ റഹീം, കാരുണ്യവാനാണെന്ന് ഉടനെ പറഞ്ഞു തന്നില്ലേ. അൽഹംദുലില്ലാഹ്, അവനെ എങ്ങനെ സ്തുതിക്കണമെന്ന് അവൻ തന്നെ പറഞ്ഞു തന്നില്ലേ. അർറഹ്മാനിർ റഹീം, അവനെ നിങ്ങൾ എന്തിനു സ്തുതിക്കണോന്ന് ചോദിച്ചാൽ വീണ്ടും നമ്മളോട് അവൻ കാരുണ്യവാനാണെന്ന് പറഞ്ഞില്ലേ. മാലിക് യൗമിദ്ദീൻ, ഇവിടെ നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചാലും കംപ്ലീറ്റ് നീതിയുള്ളൊരു പരലോകമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട, അവിടെ സ്വർഗമുണ്ട്. ഇവിടെ കൊല ചെയ്തവനെ പിടിക്കാൻ റബ്ബിന്റെ കോടതിയുണ്ട്. ഇവിടെ സ്വാധീനം കൊണ്ട് പ്രതി രക്ഷപ്പെട്ടേക്കാം, അവിടെ രക്ഷപ്പെടൂല്ല. ഇവിടെ ഒരുപക്ഷെ വാദിയെ പ്രതിയാക്കിയേക്കാം, അവിടെ അങ്ങനെ വരൂല. അങ്ങനെ ഒരു പരമാധികാരത്തിന്റെ ദിവസമുണ്ടെന്ന് പറഞ്ഞത് സമ്പൂർണമായ നീതിയിൽ നിങ്ങൾ വിശ്വസിക്കാനാണ്. അല്ലാഹ്
ഞങ്ങളുടെ കൽബുകൾ നീ നന്നാക്കി തരണം അല്ലാഹ്. പ്രിയമുള്ളവരെ, മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾ ഇസ്ഫഹാനിലെ ഗവർണറുടെ മകനായിരുന്നു. ലളിതമായ ജീവിതം നയിച്ച് വളരെ വിനീതമായി ജീവിച്ച് അതാ അള്ളാഹുവിന്റെ മുത്തുനബി തങ്ങളുടെ അടുക്കൽ ഖാദിമായി, പിന്നീട് അവിടുന്ന് ഇസ്ഫഹാൻ പേർഷ്യയിലെ ഗവർണറായി, അവസാനം ഈ ലോകത്തോട് മലായിക്കത്തിന് സ്വാഗതം ചെയ്ത് മരണപ്പെട്ടുപോയ സ്വഹാബിയല്ലേ. കയ്യിലുള്ള ചില്ലിക്കാശ് പോലും റബ്ബിന്റെ അടുക്കൽ വിചാരണ ചെയ്യുമോ എന്ന് പേടിച്ചു കരഞ്ഞുപോയ മഹാനല്ലേ. അബൂ ഹുറൈറ തങ്ങളെ അറിയില്ലേ? ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കേട്ടില്ലേ? സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കുറിച്ച് അറിയുമല്ലോ. ആ മഹാന്മാരെല്ലാം പോയ വഴിയിൽ, അഇമ്മത്ത് പോയ വഴിയിൽ, ഈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പോയ വഴിയിൽ, ഉമർ ഖാദി തങ്ങൾ പോയ വഴിയിൽ, ഇമാമീങ്ങൾ കടന്ന വഴിയിൽ സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. ഒരൊറ്റ പഴച്ച പ്രസ്ഥാനത്തിലും പെട്ടുപോകരുതെന്ന്, ഒരു ഫാസിഖീങ്ങളുടെ വലയിലും വീണുപോകരുതെന്ന്, ഒരു പുത്തൻവാദിയുടെ ചതിയിലും വീണുപോകരുതെന്ന്, ഒരു അനാവശ്യക്കാരുടെ കൂട്ടത്തിലും വീണുപോകരുതെന്ന്, ആലിമീങ്ങൾ സാദാത്തുക്കളെ ചീത്ത പറയുന്നവരെ കൂട്ടുകൂടരുതെന്ന്, നന്മയിൽ ജീവിക്കണമെന്ന് എന്റെ ജ്യേഷ്ഠാനുജന്മാരോട് ഓർമ്മപ്പെടുത്തി, രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തി, ഉമ്മപന്നന്മാരോട് ശ്രദ്ധയിൽപ്പെടുത്തി. അല്ലാഹ്, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ മജ്‌ലിസ് നാളെ നിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് സ്വർഗം തരാൻ പറ്റുന്ന ഒരു സൽക്കർമ്മമായി കബൂൽ ചെയ്യണം അല്ലാഹ്.